തിരുവനന്തപുരം കോവളത്ത് കഞ്ചാവ് വേട്ട. കാറിൽ പ്രത്യേക രഹസ്യ അറ നിർമ്മിച്ചായിരുന്നു കഞ്ചാവ് കടത്ത്. കാർ ഓടിച്ചിരുന്ന തിരുവനന്തപുരം സ്വദേശിയെ എക്സൈസ് സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്താണ് വിശദാംശങ്ങൾ? വേണു, അല്പസമയം മുൻപാണ് തിരുവനന്തപുരം കോവളം ബൈപ്പാസിനടുത്തെ ഒരു ഹോട്ടലിന് മുൻപിൽ നിന്നും ഈ വാഹനം പിടിച്ചത്. പോലീസ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ആന്ധ്രാപ്രദേശിൽ നിന്നും ഒരു കാറിൽ ഈ കഞ്ചാവ് കടത്തുന്നു എന്നുള്ളതായിരുന്നു സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കോവളത്ത് കാത്തു നിൽക്കുകയും ഈ വാഹനം മാരുതി ഈക്കോ വാഹനമാണ്. ഈ വാഹനത്തിനുള്ളിൽ ഒരു പ്രത്യേക അറ നിർമ്മിച്ചായിരുന്നു ഈ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. തിരുവനന്തപുരം സ്വദേശി, അയാളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പുറത്തുവിട്ടിട്ടില്ല. ഇയാളെയും ഈ വാഹനവുമാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. 20 കിലോയോളം കഞ്ചാവിന് തൂക്കം കഞ്ചാവാണ് കടത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ ഈക്കോ വാഹനത്തിൽ പ്രത്യേകമായി നിർമ്മിച്ചു. അതൊരു സ്ഥിരം സംവിധാനമായി നിർമ്മിച്ചിട്ടായിരുന്നു ഈ കഞ്ചാവ് കടത്തപ്പോൾ സ്വാഭാവികമായും ഇതിനു മുൻപും പലതവണ കേരളത്തിലേക്ക് ഇയാൾ കഞ്ചാവ് എത്തിച്ചു എന്നുള്ളൊരു വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട എക്സൈസിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ തുടർ പരിശോധനകൾ നടത്തുകയാണ്. ഇയാൾ വഴി മറ്റ് കണ്ണികളിലേക്ക്, ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് കഞ്ചാവ് എത്തിക്കുന്ന മറ്റ് കണ്ണുകളിലേക്ക് എത്താം എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തുടർ പരിശോധന നടത്തുന്നത്. വേണു. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.